Hi viewers, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിംഗ് സ്നാക്ക് റെസിപ്പിയാണ് എഗ് കബാബ്. ഇത് വളരെ സിമ്പിളാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് വലിയ ഉള്ളി കട്ട് ചെയ്തതൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പൂടിട്ട ശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം. ഈ മിക്സ് നമുക്കിനി ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എഗ്ഗ് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങൻ്റെ ഈ ഒരു മിക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മളിതൊന്ന് ചെയ്തിട്ടെടുക്കാം. എഗ്ഗിൻ്റെ എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ തേങ്ങാ ചമ്മന്തി വെച്ചിട്ട് കവർ ചെയ്തിട്ടെടുക്കണം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിതൊന്ന് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് എഗ്ഗിലും ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതേപോലെ എല്ലാ എഗ്ഗും നമുക്കിതേപോലെ തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്, അതുപോലെ തന്നെ വളരെ സിമ്പിളാണിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.